വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി കായ് മുളക് ഞാൻ വെക്കാൻ പോകുന്നത്. വളരെ ഈസിയായി ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ 2 വലിയ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വേറെ പച്ചക്കറിയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. വെറും പച്ചക്കായ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നൊരു മുളക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുളക്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കായ്ക്കറിയാണ്. വളരെ ടേസ്റ്റിയാണത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇത് മുങ്ങുന്നത് വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6-7 വിസിൽ എന്തായാലും വേണം ഒന്ന് കുക്കായി കിട്ടാൻ. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് തേങ്ങ കൂടി അരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 സ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഓൾറെഡി 6-7 വിസിലേക്ക് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ച് നല്ലോണം ഉടച്ചെടുക്കാം. നല്ലോണം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക, തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ടാകും. നല്ലോണം ഉടച്ച് എടുക്കാം. ഓൾറെഡി തേങ്ങ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് തിക്ക് ഗ്രേവി ആവും. നമുക്ക് കറിയുടെ ഉപ്പും എരിവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാരണവശാലും മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കടുക് വറുത്തിടാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഈ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ആകെ വെറും പച്ചക്കായ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.